വസന്ത് തെങ്ങുപള്ളി, താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഏതായാലും പ്രിൻറ്റു മഹാദേവ് BJP നേതാവിൽ നിന്നാണ് ചർച്ച തുടങ്ങി. അദ്ദേഹം പറഞ്ഞത് വല്ലാത്ത ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് BJP എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ത് ആത്മവിശ്വാസമുണ്ട് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. കേന്ദ്രത്തിൽ BJPക്ക് ബദലാകാൻ കോൺഗ്രസിനെ കഴിയുമെന്ന് താങ്കളുടെ നേതാക്കളടക്കം, രാഹുൽ ഗാന്ധി അടക്കം, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഏറ്റവും ഒടുവിലായി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കെ കരുണാകരൻ്റെ മകൾ, ലീഡറുടെ മകൾ പത്മജ അടക്കമുള്ളവർ BJPയിലേക്ക് പോയത്. താങ്കളുടെ പാർട്ടിയിൽ നിന്നുള്ള 117 MPമാർ, 300-ലധികം MLAമാർ, 6 മുഖ്യമന്ത്രിമാർ ഇതിനകം തന്നെ BJPയിലേക്ക് ചേക്കേറുകയും ചെയ്തു. വല്ലാത്ത ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ? ഈ വസന്ത് തെങ്ങുപള്ളി, താങ്കൾക്ക് കേട്ട് കാണുമെന്ന് കരുതുന്നു. ഈ ആത്മവിശ്വാസമുണ്ട്, BJPക്കുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ഉജ്ജ്വൽ ജലജീവൻ മിഷൻ, ഉജ്ജ്വല ഗ്യാസ് പദ്ധതി അടക്കമുള്ളവ, ആ ആത്മവിശ്വാസത്തോടു കൂടി 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തിയെടുത്തുകൊണ്ടു വന്നു. ഇത്തരത്തിലുള്ള വാദമുഖങ്ങളാണ് BJP ഉന്നയിക്കുകയും ആത്മവിശ്വാസമുണ്ടോ എന്ന് പറയുകയും ചെയ്യുന്നത്. എന്ത് ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ മ്യൂട്ടായിരുന്നു, പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഇവർ പറയുന്ന മുദ്രാവാക്യം എന്താണ്? സബ്സേ പ്രയാസ്, ഞങ്ങൾ ഇതാ എല്ലാവരുടെയും പ്രയാസം മാറ്റാൻ വരികയാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലം ഇവർ എന്താണ് ചെയ്തത്? സബ്കേലിയെ പ്രയാസ്, എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കുന്ന ഗവൺമെന്റായി NDA ഗവൺമെന്റ് ഇവിടെ നിലനിന്നില്ലേ? 2014 അന്നത്തെ UPA ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടെ പാചകവാതകത്തിന്റെ വില 450 രൂപയായിരുന്നു. അന്ന് കാലിക്കുറ്റികളുമായി തിരുവനന്തപുരത്തിന്റെ തെരുവീതികളിലൂടെ ഇന്നത്തെ ആലപ്പുഴയിലെ ഇവരുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നത്, അടുപ്പ് കൂട്ടി സമരം ചെയ്തത് നമ്മൾ മറന്നുപോയോ? അന്ന് എത്രയായിരുന്നു പെട്രോളിന്റെ വില? പെട്രോളിന്റെ വില 72 രൂപയായിരുന്നു. ക്രൂഡ് ഓയിൽ വില എത്രയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേ ദിവസം ഇന്നത്തെ BJP പ്രസിഡന്റ് അന്നത്തെ K സുരേന്ദ്രൻ തെരുവീതിയിലൂടെ സൈക്കിൾ ഉന്തിക്കൊണ്ട്, കാളവന്തി ഉന്തിക്കൊണ്ട് സമരം ചെയ്തില്ലേ? ഇന്ന് എത്രയാണ് LPGയുടെ വില? LPGയുടെ വില 1200 ആയിരുന്നു. ഇപ്പൊ ഇലക്ഷൻ പ്രമാണിച്ച് പെട്ടെന്നൊരു ദിവസം ഒരു ബോധോദയം, ഇലക്ഷന്റെ തലേ ദിവസം വരെ ചെയ്യാൻ പറ്റത്തില്ലാത്ത, എക്കണോമിക്കലി നോട്ട് പോസിബിൾ ആയിരുന്ന ഒരു മഹാത്ഭുതം സംഭവിച്ച് 100 രൂപ 200 രൂപ കുറച്ച് എന്തായാലും 850 890 എത്തിയിരിക്കുന്നത്. 2014 ഇരട്ടിയാണ് ഇന്നത്തെ LPG വില. എന്താണ് പെട്രോളിന്റെ അവസ്ഥ? തെങ്ങുപള്ളി, ഈ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്താണ്. ഇവിടെ അഡ്വക്കേറ്റ് CS സുജാത അടക്കമുള്ളവർ വിഷയം ചർച്ച ചെയ്താണ്. പക്ഷേ ഇവിടെ ഉയർന്ന ചോദ്യം, താങ്കളുടെ പാർട്ടി കോൺഗ്രസ് ഈ BJPക്ക് ബദലായി വരുന്നു എന്ന് താങ്കളുടെ നേതാക്കൾ അടക്കം പറയുമ്പോൾ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ആത്മവിശ്വാസം താങ്കൾക്കുണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടാൻ, താങ്കളുടെ പാർട്ടിക്കുണ്ട്? അല്ല, ആ ആപ്തവാക്യം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ശ്രീ സിജു. അങ്ങ് നോക്കൂ, ഇന്ത്യ മുന്നണി അതൊരു അസ്ഥിവാരം മാത്രമായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് ഉത്തർപ്രദേശിൽ സീറ്റ് ചർച്ച പോയിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഉത്തർപ്രദേശിൽ സീറ്റ് ചർച്ച പൂർത്തിയായി കഴിഞ്ഞു, ഡൽഹിയിൽ കഴിഞ്ഞു, പഞ്ചാബിൽ കഴിഞ്ഞു, ബംഗാളിൽ ഏതാണ്ട് പൂർത്തിയാവാൻ പോകുന്നു. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം, മതേതര ജനാധിപത്യ ഐക്യനിര, ആ ഐക്യനിര പൂർണ്ണാർത്ഥത്തിൽ തന്നെ 4 കാലിൽ ഉയർന്നു നിൽക്കുകയാണ്. അപ്പൊ അങ്ങ് നേരത്തെ ചോദിച്ചല്ലോ എന്താണ് BJPയിലേക്ക് പോയ കോൺഗ്രസ് നേതാക്കൾ. ഞാൻ 16 മാസത്തിനിടയിൽ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന BJP നേതാക്കളുടെ പേര് പറയണോ? മധ്യപ്രദേശ് MP അഭയ് മിശ്ര, കർണാടക MLA കൃഷ്ണമൂർത്തി, രാജസ്ഥാൻ MLA മാനവേന്ദ്ര സിംഗ്, ഇന്ന് കർണാടകയിൽ മുൻ മന്ത്രിയായിരുന്ന BJP നേതാവ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. കോൺഗ്രസിലേക്ക് വരുന്നതൊന്നും കൈരളി കാണുന്നില്ലേ? അതെന്താ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്? ഇനി CPMൽ നിന്ന് BJPയിലേക്ക് പോയ നേതാക്കളുടെ കണക്ക് വേണോ? എന്റെ നാട്ടിൽ ഞാനിപ്പോൾ ചർച്ചയിലിരിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു MLA സ്ഥാനം രാജിവെച്ച് BJP ചേരുന്നത് അൽഫോൺസ് കണ്ണന്താനമാണ്. അല്ല വസന്ത് തെങ്ങുപള്ളി, ഞാൻ 3-4 പേരുടെ പേരല്ല പറഞ്ഞത്. 117 MPമാരാണ് രാജ്യം ഭരിച്ചിരുന്ന പാർട്ടിയുടെ 117 MPമാർ BJPയിലേക്ക് പോയി. 300-ലധികം MLAമാർ, 6 മുഖ്യമന്ത്രിമാർ പോയി. ഇതാണോ നിങ്ങളുടെ സ്ട്രാറ്റജി? കോൺഗ്രസ് എടുക്കുന്ന സ്ട്രാറ്റജിയാണ്. മാത്രമല്ല, നിങ്ങളുടെ രാജസ്ഥാനിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചവർ തന്നെ പണി കൊടുത്തു എന്നാണ് അന്ന് അവിടെ മനു അഭിഷേക് സിംഗ്വി പറഞ്ഞത്. അതായത് ഇന്ന് കൂടെ ഇരിക്കുന്നവർ നാളെ വൈകിട്ട് അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കൂടെ ഉണ്ടാകുമോ ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് കോൺഗ്രസിനെ നേരിടുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ കോൺഗ്രസ് ഇന്ന് വൈകിട്ടത്തെ BJP എന്ന തരത്തിലേക്ക് കാര്യം മാറുമ്പോൾ നിങ്ങൾ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുക? അതാണ് ഈ രാജ്യം ചോദിക്കുന്ന ചോദ്യം. ശ്രീ സിജു,
ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണെങ്കിൽ ഇന്നലത്തെ CPM ഇന്നത്തെ BJP ആയി മാറിയിട്ടുണ്ട്. ഞാൻ കണക്ക് പറയാം. അങ്ങ് പറഞ്ഞല്ലോ മനു അഭിഷേക് സിംഗ്വി കൂടെ ഉണ്ടായിരുന്നവർ, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് ചായ കുടിച്ചവർ, പവർ പൊളിറ്റിക്സിന്റെ ഭാഗമായി ED പേടിയിലൊക്കെ ഒരുപക്ഷെ BJPയിലേക്ക് പോയ കഥയാണ് അങ്ങ് പറയുന്നത്. എന്നാൽ BJP ആയ ശേഷം, BJPയുടെ കേന്ദ്രമന്ത്രിയായ ശേഷം അൽഫോൺസ് കണ്ണന്താനത്തിന് വിളിച്ച് സദ്യ കൊടുത്തവരാണ്. ഈ പിണറായി വിജയന്റെ സ്നേഹ സൽക്കാരത്തിന് ശേഷം വെളിയിൽ ഇറങ്ങി വന്ന കണ്ണന്താനം പറഞ്ഞെന്താണെന്ന് അറിയാമോ? പിണറായി വിജയന്റെ ആശീർവാദത്തോടു കൂടിയാണ് ഞാൻ BJP ചേർന്നതെന്ന് എന്താണ് പറഞ്ഞത്? എത്ര പേരുടെ കണക്ക് വേണം? എത്ര വസന്തപള്ളി, താങ്കൾ ഈ വാദത്തിന് വേണ്ടി സമ്മതിക്കാം അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കാര്യമൊക്കെ. പക്ഷേ പ്രശ്നം ഇവിടെ ഇതാണ്, നിങ്ങൾ ഇപ്പോൾ പത്രങ്ങളിലൊക്കെ ഒരു കോളം തന്നെ തുടങ്ങുകയാണ്. അതായത് ഇന്ന് BJPയിലേക്ക് പോയ കോൺഗ്രസ് നേതാക്കൾ എന്നുള്ള ഒരു കോളം തുടങ്ങും.